അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും. അസാമാന്യമായ അറിവും വിവേചനശക്തിയും ഓർമ്മശക്തിയും അശ്വതി നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. സാവധാനം ആലോചിച്ച് മാത്രമേ ഏതു കാര്യത്തിലും ഇടപെടുകയുള്ളൂ. സാധാരണഗതിയിൽ വികാരപൂർണമായ തീരുമാനങ്ങൾ നിങ്ങൾ പെട്ടെന്നെടുക്കാറില്ല. തൻ്റെ ചിന്തകളും മനസ്സും പ്രവൃത്തിയും ഒന്നും തന്നെ മറ്റാർക്കും മനസ്സിലാകാത്ത വിധത്തിലായിരിക്കും നിങ്ങൾ പെരുമാറുക. ഏതു കാര്യത്തിലും ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. സ്നേഹിതർക്കും ബന്ധുക്കൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കുകയില്ല. ജീവിതത്തിലുടനീളം ശാന്തത പുലർത്തുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ആരോഗ്യത്തെക്കുറിച്ച് വേണ്ടത്ര ചിന്തിക്കാറില്ല, ശരിയല്ലേ? മരുന്നുകൾ കൊണ്ട് ഉള്ളതിനേക്കാൾ തൻ്റെ മനസ്സുകൊണ്ട് രോഗം മാറ്റാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും മിക്കവാറുമുള്ള അശ്വതി നക്ഷത്രക്കാർ. അർശസ്, വാതരോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇവ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുന്നതായിരിക്കും. ശരാശരി 35 വയസ്സുവരെ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിക്കേണ്ടതായി വരും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാവുക. 60 വയസ്സോളം ഗുണകരമായ കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക്. പിന്നീടുള്ള കാലം കുടുംബകാര്യങ്ങളിലോ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലോ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയോ ഒക്കെ പ്രവർത്തിക്കുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്കിഷ്ടം. തൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരായിരിക്കും നിങ്ങൾ. അന്ധവിശ്വാസങ്ങളെ എതിർക്കുമെങ്കിലും ഉള്ളിൽ ദൃഢമായ ഈശ്വരവിശ്വാസം നിങ്ങൾ കാത്തുസൂക്ഷിക്കും. ചില അവസരങ്ങളിൽ യുക്തിരഹിതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നും പറയത്തക്ക ഗുണമോ നേട്ടമോ സാധാരണഗതിയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല. ബന്ധുക്കളിൽ നിന്നും മറ്റും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനവും നന്മയും അന്യരിൽ നിന്നായിരിക്കും ചിലപ്പോൾ ലഭിക്കുക. അഭിമാനമുള്ളതിനാലും സുഖഭോഗാദികളിൽ വർദ്ധിച്ച താല്പര്യമുണ്ടാകാൻ ഇടയുള്ളതിനാലും വരവിൽ കവിഞ്ഞ ചെലവാണ് ഉണ്ടാവുക. ചില അവസരങ്ങളിലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ലുബ്ധന്മാരായി തോന്നാം. സൈനിക സേവനം, രാഷ്ട്രീയം, അധ്യാപനം, ആധ്യാത്മിക പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും നിങ്ങളുടെ ദൃഢമായ ഈശ്വരവിശ്വാസം മൂലം ഇത് മാറിക്കിട്ടുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച യുവതീ യുവാക്കൾക്ക് വിവാഹകാര്യങ്ങളിൽ അല്പം കാലതാമസം നേരിടാൻ ഇടയുണ്ട്. നേരത്തെ വിവാഹം കഴിഞ്ഞവരാണെങ്കിലോ അവർക്ക് ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വാചാലരായിരിക്കും. ബന്ധുജനങ്ങളോട് പ്രതിബദ്ധിയുള്ളവളുമായിരിക്കും. പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടവും ബുദ്ധിവൈഭവവും കാണിക്കുന്നവരുമായിരിക്കും. ഈശ്വരവിശ്വാസമുള്ളവളും ഹൃദയലാളിത്യവും നിഷ്കളങ്കമായ പതിഭക്തിയുള്ളവളുമായിരിക്കും. സ്വതന്ത്രവാഞ്ചയുള്ളതിനാൽ തങ്ങൾ മനസ്സറിയാത്ത കാര്യത്തിന് പഴി കേൾക്കുന്നവളുമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് സാമാന്യഗതിയിൽ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞാൻ ഇവിടെ വച്ച് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.